ഹലോ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഓൾഡ് ട്രെയിനിങ് ഗ്രൗണ്ടുമായിട്ടാണ്. ഇവിടെ നമ്മൾ കുറേ നാൾക്ക് ശേഷം ഓർമ്മകൾ പുതുക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. കുറേ നാളെ ഇവിടെ വന്നിട്ട് നമ്മളിവിടെ 2 ഫിസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട്, ഇടിയൊക്കെ കൊടുത്ത് ചാടി നടക്കുകയാണ്. നമ്മളിവിടെ ഡെസേർട്ടൊക്കെ എടുത്ത് അപ്പുറത്തെ M10 സെക്ഷനിൽ വന്ന് നോക്കിയപ്പോൾ M10 അതെടുക്കേണ്ട ചോദിച്ചു. പിന്നെ ഏഴാമത്തെ സെക്ഷനിൽ നോക്കുമ്പോൾ അവിടെ ഒന്നും കാണുന്ന പോലും ഇല്ല. അടുത്ത M10 വന്ന് നോക്കിയപ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല. പിന്നെ ചോദിച്ചു P90 എടുക്കാമെന്ന്. P90 ചിഹ്നം കണ്ടുകൊണ്ട് പിന്നെ P90 എടുക്കാമെന്ന് ചോദിച്ചു. P90 എടുത്ത് നമ്മൾ നേരെ P90 ഒക്കെ എടുത്ത് കഴിഞ്ഞ് UMB ചോദിച്ചാൽ വേണ്ട, UMB ഒക്കെ എടുക്കണ്ട, പിന്നെ P90 ഒക്കെ ഇച്ചിരി ബെറ്റർ എന്ന് വെച്ച് ഞാൻ P90 എടുത്തു. പിന്നെ ഏറെ കണ്ണ് നോക്കിയിട്ട് വുഡ് പെക്കർ എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ വുഡ് പെക്കർ എടുക്കണോ വേണ്ടേ എന്നൊരു ആലോചന. സ്കാർ എടുക്കാൻ ആദ്യമേ വിചാരിച്ചേ. സ്കാർ എടുക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ നോക്കണമല്ലോ. അതിനുവേണ്ടി നമ്മളിവിടെ വന്ന് എല്ലാത്തിനകത്തുനിന്ന് കയറി നോക്കിയപ്പം ചിലതിനകത്തൊന്നും ഒന്നുമില്ല, പെട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓൾഡ് ട്രെയിനിങ് ഗ്രൗണ്ട്. എനിക്ക് അറിയാവുന്ന, എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊക്കെയാണ് ഓൾഡ് ട്രെയിനിങ് ഗ്രൗണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്ന് നിന്ന് ഒരു 2 ഇമോട്ടൊക്കെ ഇട്ട് പണ്ടത്തെ ഓർമ്മകൾ, അതിനുവേണ്ടി നമ്മൾ 2 ഇമോട്ടൊക്കെ ഇട്ട് കസേരയുടെ ഇവിടെ പണ്ട് കിടക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് നമ്മളിവിടെ നേരെ കിടക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു ഇമോട്ട് ഇട്ട്, അത് വേണ്ട നേരെ കിടക്കാത്തതുകൊണ്ട് നമ്മൾ വേറൊരു ചെയർ ഇമോട്ട് ഇട്ട് നേരെ അതിൻ്റെ മണ്ടയ്ക്ക് അങ്ങ് ഇരുന്നു. അപ്പോൾ നമ്മൾ അവിടെ എനിമികളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓടി വന്ന് നേരെ മറ്റേ ഗ്രൗണ്ടിൽ ഫൈറ്റ് എടുക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ച് അവിടെ നിൽക്കുക. നമ്മൾ വുഡ് പക്കറും എടുത്തിട്ട് നേരെ അവിടെ 2 ഇടി കൊടുത്ത് നമ്മളവിടെ വന്നിട്ടുണ്ട്. വന്നിറങ്ങിയ സമയത്ത് തന്നെ നമ്മുടെ ഒരുത്തനവിടെ അങ്ങോട്ട് ഓടി പോകുന്നതുകൊണ്ട് അവൻ്റെ പുറകിന് നമ്മളെ വെച്ചാൽ പിടിച്ച് അവിടെ പുറകിന് ഒരു അടി നമ്മൾ ഗ്ലൂ ഇട്ട് അവിടെ നിന്ന് നോക്കും. മണ്ടയ്ക്ക് എന്നൊക്കെ ഇപ്പോഴും ഇങ്ങനെ കുത്തി പിടിക്കുന്ന കുറേ എണ്ണം ഉണ്ടായത്. പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉള്ളൂ. ആർക്കും ഒരു മാറ്റവും ഇല്ല. ഗിരീനയ്ക്ക് മാത്രമാണ് മാറ്റമുള്ളത്. നമ്മൾ ഓടി വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് ഒരുത്തും കൊണ്ടാവും അവൻ്റെ അടി കൊടുക്കാൻ പറ്റിയില്ല. അവൻ നമ്മളെ അടിച്ച് താഴെ ഇട്ടിട്ടുണ്ട്. അടുത്തടി അവൻ അഞ്ചെത്താന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ വന്നിട്ടുണ്ട്. പിന്നെ വന്ന് ഓടിച്ചാടി പോവുകയാണ്. ഓടിച്ചാടി വീണ്ടും അതൊക്കെ വഴിയുണ്ട്. വഴിയൊക്കെ എന്തെങ്കിലും മാഞ്ഞു പോയോ? ഇപ്പോൾ ഇപ്പുറത്തെത്തി നോക്കുമ്പോൾ എവിടെ നിന്നൊക്കെയോ അടി വരുന്നു. എവിടെ നിന്നാന്നൊരു പിടുത്തമില്ല. എവിടെ ഇന്ന് ലോങ്ങിൽ നിന്ന് അടിക്കാൻ പറ്റുമോ നോക്കി, ആരെയും കണ്ടില്ല. പിന്നെ നമ്മൾ ഓടി വന്ന് മണ്ടയ്ക്ക് കയറിയിട്ടുണ്ട്. മണ്ടയ്ക്ക് കയറാൻ ചോദിച്ചപ്പോൾ പിന്നെ വേണ്ട താഴെ ഇരിക്കുക, അല്ലെ മണ്ടയ്ക്ക് കയറാന്ന് ചോദിച്ചു. മണ്ടയ്ക്ക് വന്നപ്പോൾ ഇവിടെ ആരും കാണുന്നില്ല. അടുത്തൊക്കെ ആരും ഇല്ലയോടി. ഞാൻ ചുമ്മാ ഇതുവഴി നോക്കി കഴിഞ്ഞാൽ കുറേ നല്ല അടി കിട്ടി. അവൾ ക്രോണ ഇട്ടോണ്ട് രക്ഷപ്പെട്ട്. പിന്നെ ഹെഡ് കൊടുക്കൊണ്ട് പറ്റിയില്ല. പിന്നെ ചാടി ഇപ്പോൾ അടിക്കൊണ്ട് പറ്റില്ല. ഒരു ഗ്ലൂ ഇട്ട്, അവൾ ഗ്ലൂ ഇട്ട്, ഞാൻ ഇപ്പുറത്തെ ഗ്ലൂ ഇട്ട് ബാക്ക് വലിഞ്ഞപ്പോഴത്തേക്കും ചെറിയ ഡാമേജ് ആയിരുന്നു. നമുക്ക് പറ്റിയില്ല. അവൾ കയറി റഷ് ചെയ്ത് അവൾ ഗ്ലൂ ഇട്ട്. ഞാൻ ഇപ്പുറത്തൊരു കമ്പി ഉണ്ടെന്ന് ചോദിച്ചത് അതുപോലെ ചാടിയതാണ്. പറ്റിയില്ല. അവളും എൻ്റെ പുറകിനെ കണ്ടോണ്ട് ചാടി. ഞാൻ ഇപ്പുറത്ത് വന്നപ്പോൾ അവൾ അപ്പുറത്ത് വന്ന്. അങ്ങനെ വന്നപ്പോൾ ഇവളെ അങ്ങ് അടിച്ച് കീറിയിട്ടുണ്ട്. അവൾ അങ്ങ് ഡെഡായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 ഗ്ലൂ ആളും 2 ഇൽഫയിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ലോങ് റേഞ്ച് ഒരു അടി കൊടുത്തു, അത് കൊണ്ടില്ല. പിന്നെ ഡെസേർട്ടിൻ്റെ അടി കൊടുത്തു, അത് കൊണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓടാൻ നോക്കിയിട്ട് പറ്റുന്നുമില്ല. പിന്നെ നമ്മൾ പഴയ ട്രിക്ക് ഉപയോഗിച്ച് നമ്മൾ ഓടി വന്ന് ചാടി ഇതിൻ്റെ മണ്ട കയറിയിട്ടുണ്ട്. മണ്ട കയറിയിട്ട് 2 കില്ലെന്നൊക്കെ കളിയുണ്ട്. അവളപ്പോഴത്തേക്കും ഡാമേജ് ഉണ്ടായിട്ട് ഡെഡായി പോയിട്ടുണ്ട്. പിന്നെ ഒന്നുകൂടെ റീസ്പോൺ ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു. വൈസ് കാണുന്ന ആരിലുണ്ട് സബ് അടിച്ചിട്ട് കാണാതിരിക്കുക. 83 സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു 6 സബ്സ്ക്രൈബർ അടിച്ചു കഴിഞ്ഞാൽ, ഒരു സബ്സ്ക്രൈബെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ഒരു സബ്സ്ക്രൈബർ മാക്സിമം സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക. ഒരു സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് 84 സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അതുകൊണ്ട് 100 ആണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യത്തേക്ക് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കണമെന്ന്. അപ്പോൾ നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മൾ ലൈവ് ഇട്ട് തുടങ്ങുന്നതായിരിക്കും. മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ID പിന്നെ കമൻറ്റ് ചെയ്താൽ നമ്മൾ ഇൻസെർട്ട് ചെയ്ത് നമ്മൾ ഷോർട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും. മാക്സിമം എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ബൈ ഗായ്സ്.